ഹലോ ഫ്രണ്ട്സ്, PSC മൈൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പഠിക്കുന്നവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പഠിക്കുന്നത് മറന്നുപോകുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും അതിനെക്കുറിച്ചാണ്. കുറച്ച് ടിപ്സുകളിലൂടെ മറവി എന്ന വില്ലനെ നമുക്ക് നേരിടാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലത്തെ പഠനവുമായി ബന്ധപ്പെട്ട ടിപ്സിനും ക്ലാസുകൾക്കും ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യത്തെ ടിപ്പ് റിവിഷൻ ആണ്. മറവി എല്ലാവർക്കും ഉള്ള മനുഷ്യ സഹജമായ കാര്യമാണ്. പഠിക്കുന്നത് മറന്നുപോകുന്നത് ടോപ്പ് റാങ്ക് വാങ്ങുന്നവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. എന്നാൽ അവർ അതിനെ മറികടക്കാൻ പഠിച്ചു എന്നതുകൊണ്ടാണ് അവർ ടോപ്പിൽ എത്തിയത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ റിവിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാഴ്ചയിൽ ഒരിക്കൽ എങ്കിലും റിവിഷൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. അടുത്തതായി ഓർത്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പഠനം മാത്രം കൊണ്ടുപോകാതെ നിങ്ങളുടെ ഇടവേള സമയങ്ങളിൽ പഠിച്ചവ ഓർത്തെടുക്കാനായി ശ്രമിക്കുക. നിങ്ങൾ മറ്റു പണികളിൽ നിൽക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ പഠിച്ച ഒരു ടോപ്പിക്ക് ഓർത്തെടുക്കാനായി ശ്രമിക്കുക. ഉദാഹരണമായി നിങ്ങൾ ഹിമാലയം എന്ന ടോപ്പിക്കിൽ ഒരു 50 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചെന്നു കരുതുക. ആ പോയിന്റ്സ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓർത്തുനോക്കുക. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ രീതിയിൽ ഓർത്തെടുക്കാനായി ശ്രമിക്കാം. കിട്ടാത്തവ വീണ്ടും പഠിക്കാനും ഇതുപോലെ ഓർത്തുനോക്കാനും ശ്രമിക്കുക. ഇവ നിങ്ങളുടെ ഓർമ്മശക്തി വളരെ അധികം കൂട്ടാനായി സഹായിക്കുന്നു. അടുത്തതായി മനസ്സിലാക്കിയുള്ള പഠനം. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അവ മനസ്സിലാക്കി പഠിക്കാനായി ശ്രദ്ധിക്കുക. കാണാതെ പഠനം പൂർണ്ണമായും ഒഴിവാക്കുക. സിലബസ് ആഴത്തിലുള്ള പഠനവും ശീലമാക്കുക. നെക്സ്റ്റ് കോഡിലൂടെയും ചിത്രങ്ങളിലൂടെയുള്ള പഠനം. നിങ്ങളുടെ പഠനം കോഡിലൂടെയും അതുപോലെ ചിത്രങ്ങളിലൂടെയും ക്രമീകരിക്കുക. ഉദാഹരണമായി ഇന്ത്യൻ ജിയോഗ്രഫി പഠിക്കുമ്പോൾ മേപ്പ് വെച്ച് പഠിക്കുക. ഹ്യൂമൻ ബോഡി പഠിക്കുമ്പോൾ ബ്രെയിൻ ചിത്രങ്ങൾ അടയാളപ്പെടുത്തി പഠിക്കുക. ടോപ്പിക്കുകൾ കണക്ട് ചെയ്തുള്ള പഠനവും ശീലമാക്കുക. ഉദാഹരണമായി ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലാണ്. അതിനെ നമുക്ക് കണ്ണെത്താത്ത ദൂരത്തോളം ഏത്തവാഴ എന്ന് കണക്ട് ചെയ്തു പഠിച്ചാൽ പിന്നീട് ആ പോയിന്റ് മറന്നുപോകില്ല. ഇങ്ങനെയുള്ള പഠനം മറവിയെ മറികടക്കാൻ സഹായിക്കും. നെക്സ്റ്റ്, ടീച്ചിങ് സ്റ്റഡി മെത്തേഡ്. നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ അറിവ് കൂടാനും റിപ്പീറ്റ് ചെയ്തു പഠിപ്പിക്കുമ്പോൾ ഓർമ്മ നിലനിൽക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് കമ്പൈൻ സ്റ്റഡി വഴി പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നതും പ്രയോജനപ്പെടുന്നതായിരിക്കും. നെക്സ്റ്റ്, ഷോർട്ട് നോട്ട്സ്. നിങ്ങൾക്ക് മറന്നുപോകുന്ന ടോപ്പിക്കുകൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുകയും അവ റൂമിൽ കാണുന്ന രീതിയിൽ ഒട്ടിച്ചുവെക്കുകയും അവ ഇടയ്ക്ക് വായിക്കാനും ശ്രമിക്കുക. നെക്സ്റ്റ്, ചോദ്യങ്ങൾ ഉണ്ടാക്കുക. സ്വന്തമായി ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കാനായി ശ്രമിക്കുക. ഇവ വഴിയും മറവിയെ നമുക്ക് മറികടക്കാം. മെമ്മറി ഗെയിംസ്. ഇന്ന് ധാരാളം ഓൺലൈൻ ആയിട്ട് മെമ്മറി കൂട്ടാൻ സഹായിക്കുന്ന ഗെയിംസ് ലഭ്യമാണ്. അവ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഇവിടെ ഓർമ്മ നിലനിർത്താനായി 8 ടിപ്സ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. സ്ഥിരമായി ഈ ടിപ്പുകൾ നിങ്ങൾ പിന്തുടർന്നാൽ ഉറപ്പായും നിങ്ങളുടെ മറവിയെ മറികടക്കാനായി കഴിയും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.